പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തനിൽ തിരുകരത്തിലുണ്ടനിശം ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തനിൽ തിരുകരത്തിലുണ്ടനിശം ഈ പരദേവനഹോ നമുക്ക് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പ്രിയ വത്സമ്മ ധ്രുവനാണ്. കേരളത്തിൽ ഏറ്റവും അധികം പരസ്യങ്ങൾ നടത്തിയ വനിത എന്ന നിലയിൽ ഞാൻ വത്സമ്മാൻ്റെ നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്. ആൻറ്റി, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു. ഇപ്പോൾ പരസ്യങ്ങളൊക്കെ ഉണ്ടോ? പരസ്യങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് വിവിധ ഇടങ്ങളിൽ പരസ്യങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നോടൊപ്പം ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, സഹോദരിമാരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടുന്ന ആ സന്ദർഭം അനുസരിച്ച് ഞങ്ങൾ എവിടെയും ഏത് സ്ഥലത്തും അങ്ങനെ പരസ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്കാണോ ഗ്രൂപ്പായിട്ടാണോ? എന്നോടൊപ്പം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ സഹോദരിമാർ കാണും, അതാത് സ്ഥലത്തുള്ള സഹോദരിമാർ കാണും. പിന്നെ തിരുവല്ലയിൽ കുറച്ച് എന്നോടൊപ്പം സ്ഥിരമായിട്ട് വരുന്ന ചില സഹോദരിമാരുണ്ട്. അവർക്ക് സൗകര്യം അനുസരിച്ച് അവരുടെ സമയം അനുസരിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോയി പരസ്യങ്ങൾ നടത്താറുണ്ട്. അതിലേറ്റവും അടുത്ത നാളുകളിൽ നടത്തിയതാണ് കവിയൂരിൻ്റെ ഭാഗങ്ങളിൽ പോയി ഞങ്ങൾ ചില പരസ്യങ്ങൾ നടത്തി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. പരസ്യത്തിലെ പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാവോ? അതിനെന്താ, ധാരാളം അനുഭവങ്ങളുണ്ട്. പലയിടങ്ങളിലും ഞങ്ങൾക്ക് എതിരെ നേരിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ യേശുവിനെ ഇഷ്ടമാണ് എന്നൊന്നും അങ്ങനെ പറയത്തില്ല. എങ്കിലും ഞങ്ങളുടെ പാട്ട് കേട്ട് വളരെ സന്തോഷത്തോടെ മാറി മാറി നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില സഹോദരിമാരും ഉണ്ട്. അത് ഞങ്ങളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും അവർ ഞങ്ങളോടൊപ്പം വന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട്. ആ കവിയൂർ ഭാഗത്ത് പോയപ്പോഴൊരു ആൻറ്റി, ഒരു ചേച്ചി ഞങ്ങളോടൊപ്പം നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങൾക്ക് പരസ്യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് ചായ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്ത ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒരു അമ്മ ഉണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഈ അമ്മ ഞങ്ങളോടൊപ്പം നിന്ന ഒരു അമ്മയുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. പരസ്യത്തിന് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറേ പാട്ടുകളുണ്ടല്ലോ, വരുവീനി, നല്ല സമയം, അങ്ങനെയൊക്കെ ചില പാട്ടുകളുണ്ട് പരസ്യത്തിലും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ് വത്സമ്മാൻ്റെ സാധാരണയായിട്ട് പാടാറുള്ളത്. അപ്പോൾ ഈ പരസ്യത്തിലൊക്കെ പാടുന്ന പാട്ടുകൾ ഒന്ന് പാടാം. ഞാൻ എവിടെ പരസ്യത്തിന് പോയാലും, ഗ്രാമത്തിലായാലും പട്ടണത്തിലായാലും എവിടെയായിരുന്നാലും അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ജനങ്ങളുടെ എത്ര കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ആ ജനങ്ങൾ എത്രയാണ്, അവരുടെ ആ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ അവർക്ക് മനസ്സിലാകത്തക്ക നിലയിലുള്ള പാട്ടുകൾ പാടും. അതിൽ ഞാൻ ആ ഭാഗത്ത് പോയപ്പോഴും അതിൽ മെയിനായിട്ട് ഞാൻ പാടിയൊരു പാട്ട് ഇതാണ്. നരഗതി നിന്നച്ചാൽ രാവതിൽ പൂരമേൽ മുളച്ചുഷസിൽ കരിഞ്ഞ പുല്ലു പോലെ രാവിലെ വയലിൽ വിടർന്നൊര പുഷ്പവും രാവാകും വാടിക്കാറ്റിൽ ഉതിരും പോലെ നരൻ പൂവാണേ അവൻ പുഴുവാണേ നിറം കുറഞ്ഞിടുമേ സ്ഥലം മറന്നിടുമേ നരൻ പൂവാണേ അവൻ പുഴുവാണേ നിറം കുറഞ്ഞിടുമേ സ്ഥലം മറന്നിടുമേ കായികാഭ്യാസങ്ങൾ പഠിച്ചവനാകിലും ആയുസ്സു ചാഞ്ഞു പോകും നിഴൽ പോലെ കായത്തിൽ ആസകലം ആഭരണമണിഞ്ഞാലും കായപ്പെടുകിൽ ദേഹം മാറിയിടുമേ കണ്ണടഞ്ഞിടുമ്പോൾ നരൻ ശവമാണേ മണ്ണിനടിയിലായാൽ അവൻ പുഴുവാണേ. ഇങ്ങനെയുള്ള പാട്ട് പാടിയപ്പോൾ ധാരാളം പേര് അവിടെയായിട്ട് നിന്ന് വീടുകളിലിരുന്നവരെല്ലാം വന്നിങ്ങനെ പുറത്ത് വന്നിങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരും അവരിങ്ങനെ അവിടെ നിന്നെല്ലാം ഇങ്ങനെ നോക്കി ഞങ്ങളെ വളരെ സ്വാഗതം ചെയ്തു. പലരും ഞങ്ങളോടൊപ്പം വന്നു. ചിലർ ഞങ്ങൾക്ക് കാപ്പി തരാനൊക്കെ ഞങ്ങളെ വിളിച്ചെങ്കിലും ഞങ്ങൾക്ക് പോയില്ല.
ഇത്രയും മീനിങ് ഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെ എവിടെ നിന്നാണ്? നമ്മൾ തന്നെ എഴുതുന്നതാണോ? അല്ല, ഞാൻ തന്നെ എഴുതുന്നതല്ല. അനേക ദൈവഭക്തന്മാരുടെ ഉള്ളിൽ നിന്ന് അങ്കുരിക്കുന്നതായ ആ സന്ദർഭം അനുസരിച്ച് അവർ പാട്ടുകൾ പാടുമല്ലോ, അതെങ്ങനെങ്കിലുമൊക്കെ ഞാൻ കേൾക്കും. പെട്ടെന്ന് പഠിക്കാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് പഠിക്കും. ആൻറ്റി ക്ലാസിക്കൽ പാട്ടുകളൊക്കെ പാടുന്ന ആളാണല്ലോ. അതെ. ഇപ്പം ഈ ഭജന പാട്ടുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വലിയ വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നോ? ആ പാട്ടൊക്കെ അറിയാം? ആ പാട്ട് എനിക്കറിയാം. അറിയാം. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ സ്തുത്യർഹമായ വാക്കുകളൊക്കെ ഉള്ളതായ ഒരു പാട്ടാണ്. ദൈവത്തെ വളരെയേറെ പ്രകീർത്തിക്കുന്ന വാക്കുകളുള്ള ഒരു പാട്ടാണത്. പാട്ട് വേറെ എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? ഞാനത് ഈ പാട്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പവർ വിഷനിൽ കൂടെ 2000 പാട്ട് പാടാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ 4-5 സഹോദരിമാർ ഒരുമിച്ചിരുന്ന് ഈ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത് കേട്ടത് അനേകർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് ആ പാട്ട് ഒന്നുകൂടെ പാടണമെന്ന് പറഞ്ഞ് പവർ വിഷനിൽ പറഞ്ഞതായിട്ടും ഞാൻ അറിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. എന്നാൽ ആ പാട്ട് യൂത്തൂസ് യോസഫ് എന്ന് പറയുന്ന, അഥവാ വിദ്വാൻകുട്ടി അച്ഛൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസൻ, ഒരു ദൈവഭൃത്യൻ്റെ പാട്ടാണത്. നമുക്ക് ആ പാട്ട് ഹല്ലേലൂയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിയാലോ? പിന്നെന്താ, എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. യൂത്തൂസ് യോസഫിൻ്റെ ഈ പാട്ടിൽ വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ് സ്തുതിപ്പിൻ യേശുദേവൻ എന്നുള്ള പാട്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതും അത്രത്തോളം പ്രഗത്ഭമായ പാട്ടാണെങ്കിലും പലർക്കും അറിയത്തില്ല. 65 വർഷങ്ങൾക്ക് മുമ്പുള്ള മാർത്തോമാക്കാരുടെ ഒരു പാട്ടുപുസ്തകമാണിത്. എന്നാൽ പല പാട്ടുപുസ്തകങ്ങളിലും ഈ പാട്ട് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പല വാക്കുകളും അതിൻ്റെ സ്റ്റാൻസുകൾ കാണത്തില്ല. ഉള്ള സ്റ്റാൻസിനകത്ത് പല അർത്ഥവ്യത്യാസങ്ങൾ വരുന്നതായ, അർത്ഥമില്ലാത്തതായ, അവർക്ക് ഇഷ്ടമായ വാക്കുകളൊക്കെ ചേർത്താണ് പല പാട്ടുപുസ്തകത്തിനകത്തും ഉള്ളത്. എന്നാൽ ഈ പാട്ടുപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഓരോ വരികളും ഓരോ സ്റ്റാൻസായും കൃത്യമായിട്ട് അതിനകത്തുണ്ട് താനും. അത് പഠിക്കുവാനും വളരെ ഈസിയായിട്ട് അത് സാധിക്കുകയും ചെയ്യും. അർത്ഥപുഷ്ടവുമാണ്. ഈ പാട്ടുപുസ്തകത്തിലെ പാട്ടുകളെല്ലാം അറിയാമോ? എല്ലാം അറിയത്തില്ലെങ്കിലും ഏകദേശം നല്ലൊരു ശതമാനം പാട്ടുകൾ എനിക്കറിയാം. അപ്പം നമുക്ക് തുടർച്ചയായിട്ട് പാട്ടുകൾ അങ്ങ് പാടാം. ഓക്കെ, അങ്ങനെ വേണം. തൽക്കാലം നമുക്കിപ്പം ഈ പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ. എനിക്ക് ഈ അനേക ഭക്തന്മാരുടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്നതായും നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായും നമ്മളെ പാപങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നതായും അനേക പാട്ടുകളുണ്ട്. ദൈവദാസന്മാരുടെ, ദൈവഭൃത്യന്മാരുടെ ഉള്ളിൽ നിന്ന് പൊങ്ങിയതായ വരികളുടെ പാട്ടുകൾ അനേകമുണ്ട്. അതനേകം എനിക്കറിയാം. ഓരോ സന്ദർഭം അനുസരിച്ച് ദൈവാത്മാവ് എന്നെ ചിലതൊക്കെ ഓർപ്പിക്കും. അത് ഞാൻ പാടും. ഞാൻ ഒത്തിരി സന്തോഷിക്കും. ദൈവസന്നിധിയിൽ ഒത്തിരി സമർപ്പിക്കും, കരയും, ഒത്തിരി സന്തോഷിക്കുന്ന ഒത്തിരി പാട്ടുകളുണ്ട്. പഴയ പാട്ടുകൾ അറിയാവുന്ന ഒരു ജനറേഷൻ ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതെ അതെ അതെ. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇത്രയും പാട്ടുകളൊന്നും കിട്ടാനില്ല. പഴയ പാട്ടുകളൊന്നും കിട്ടുന്നില്ല. കുറേയൊക്കെ ഉണ്ട്. അതെ. അങ്ങനെ ടി കെ ശമുവേൽ സാറിൻ്റെ ഒരു പാട്ടുണ്ട്. സുവിശേഷ നിമിത്തം എന്ത് പ്രശ്നമായാലും നമുക്ക് മന്നിതിൽ ഈ ഭൂമിയിൽ ഒത്തിരി എതിരുണ്ടാകും, എന്നാൽ ഒന്നിനാലും നാം ഭാരപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്നൊരു പാട്ടുണ്ട്. എന്നെ അത് ഒത്തിരി പ്രചോദനം നൽകിയ ഒരു പാട്ടാണ്. അതെന്താണെന്നറിയാമോ? മന്നിതിൽ ഇതിനെതിരധികമുണ്ടാകും, ഒന്നിലും നാം ഭയന്നിടുക വേണ്ട, സൈന്യനാഥൻ കൂടെയുണ്ട്, മുന്നിലായി നിർണയം. ഇതൊരു വാക്കുകളുടെ അർത്ഥപുഷ്ടമാണ്. സൈന്യങ്ങളുടെ യഹോവ മുന്നിലുണ്ട്. അത് സത്യമായ കാര്യമാണ്. അത് നിർണയമാണ്. സൈന്യനാഥൻ കൂടെയുണ്ട്, മുന്നിലായി നിർണയം. സുവിശേഷം അത് ജയിക്കുമേ, അത് ജയിക്കുമേ, എന്നും ജയിക്കുമേ. അങ്ങനൊരു പാട്ടുണ്ട് ടി കെ ശമുവേൽ സാറിൻ്റെ. നമുക്കിന്ന് പരദേവനഹോ എന്നുള്ള പാട്ടങ്ങ് പാടാം. എന്താ, പാടാം, ഇഷ്ടമാണ്. എനിക്കറിയാവുന്ന നിലയിൽ, ഞാൻ പഠിച്ച നിലയിൽ ആ പാട്ടിങ്ങനെ പാടാം. ഞാൻ നോക്കിയപ്പം ആ ക്ഷേത്രത്തിൽ പയ്യെ അവർ പാടിയത് ഇതേ ട്യൂണ. അതിനകത്ത് ഈ പാട്ടൂസിനകത്ത് 6 സ്റ്റാൻസുണ്ട്. എല്ലാം അതിമനോഹരമാണ്. 68ാമത്തെ സങ്കീർത്തനം അത് ബൈ ആയിട്ട് അവിടെ ഇവിടെയായിട്ടുള്ള ഓരോ ഭാഗങ്ങൾ അദ്ദേഹം എടുത്ത് ക്രോഡീകരിച്ച് നന്നായിട്ടൊരു കഥ രൂപേണയാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയേക്കുന്നത്. അതായത് ഈ പരദേവനഹോ, ഈ ലോകത്തിലെ സകലത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവം
പരിത്രാണത്തിന് അധിപനായ സകല ചരാചരങ്ങളുടെ അധിപനായ ദൈവം നമുക്കുള്ളതുകൊണ്ട് അവൻ മരണത്തിൽ നിന്ന്, അതായത് നിത്യമായ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കി നൽകി നമ്മളെ രക്ഷിപ്പാൻ ശക്തനായ ദൈവമാണെന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. അത് ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിന് അധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തനിൽ തിരുകരത്തിലുണ്ടനിശം. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിന് അധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തനിൽ തിരുകരത്തിലുണ്ടനിശം. ഈ പരദേവനഹോ നമുക്ക് കണ്ടു നിൻ സഞ്ചാരം ഇവർ എൻ പരനമരജൻ വിശുദ്ധ സ്ഥലത്ത് നടക്കുന്നതിനെ, എൻ പരനമരജൻ വിശുദ്ധ സ്ഥലത്ത് നടക്കുന്നതിനെ, മുന്നിൽ പാടുന്നവർ പിന്നിൽ മീട്ടുന്നവർ ചേർന്നു തപ്പടിക്ക് കന്യകമാർ നടുവിൽ എൻ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിന് അധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തനിൽ തിരുകരത്തിലുണ്ടനിശം. ഈ പരദേവനഹോ നമുക്ക് നാഥന ദേ തന്നരികളിൽ, നാഥന ദേ തന്നരികളിൽ, വൻ തലയെ തകർക്കും പിഴച്ചു നടക്കുന്നവൻ്റെ മുടികൾ, വൻ തലയെ തകർക്കും പിഴച്ചു നടക്കുന്നവൻ്റെ മുടികൾ, മൂടിയാ നെറുകയെ തന്നെ മുടിക്കും ആദിനാഥ ഉര ചെയ്തു താനനിശം. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിന് അധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തനിൽ തിരുകരത്തിലുണ്ടനിശം. ഈ പരദേവനഹോ നമുക്ക് അങ്ങവരെ കരേറ്റുന്ന, അങ്ങവരെ കരേറ്റുന്ന യൂദജന പ്രഭുക്കൾ, സെബൂലൂൻ പ്രഭുക്കൾ, നഫ്താലി പ്രഭുക്കൾ, യൂദജന പ്രഭുക്കൾ, സെബൂലൂൻ പ്രഭുക്കൾ, നഫ്താലി പ്രഭുക്കൾ, ഏകി നിന്റെ ബലമേകി നാഥനടിയാർക്കു ചെയ്തതുറപ്പിക്ക നീ സതതം. ഈ പരദേവനഹോ നമുക്ക് ശ്രീയേറുശലേമിലുള്ള, ശ്രീയേറുശലേമിലുള്ള നിൻ മന്ദിര നിമിത്തം അരജർ നിനക്ക് ഭയന്നു തിരുമുൾ, നിൻ മന്ദിര നിമിത്തം അരജർ നിനക്ക് ഭയന്നു തിരുമുൾ, കാഴ്ച കൊണ്ടുവരും യേശുവിനു ജയം, യേശുവിനു ജയം, യേശുവിനു ജയം. ഈ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിന് അധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാം അഖില ശക്തനിൽ തിരുകരത്തിലുണ്ടനിശം. ഈ പരദേവനഹോ നമുക്ക് ഇതാണ് പാട്ട്. ഇനിയുണ്ട് ഞാനകത്തെ 6 വരികളുള്ളതിൽ 6 സ്റ്റാൻസ് ഉള്ളതിൽ 2-3 എണ്ണേ ഞാൻ പാടിയിട്ടുള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, പാടിയതെല്ലാം മനസ്സിലാക്കി അർത്ഥം മനസ്സിലായിട്ടാണ്? എനിക്കിതെല്ലാം മനസ്സിലാകും. കാര്യം ഞാൻ ഈ 68-ാം സങ്കീർത്തനത്തിനകത്ത് സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും അവർ അതുപോലെ തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടക്കും. അങ്ങനെ ഇസ്രായേലിൻ്റെ ഉറവയിൽ നിന്നുള്ളവരെ നിങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ എന്നൊക്കെ ആ സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്. പാട്ട് എഴുതിയതാരെന്നറിയാവോ? അതെ,
യൂസ്തൂസ് ജോസഫാണ്. ഞാൻ ആ പേര് പറയുന്നില്ല, എൻ്റെ നാ കൊടുക്കും. നമുക്ക് അതുകൊണ്ട് വിദ്വാൻകുട്ടിയച്ഛൻ എന്ന് പറയാം. അതെ, യൂസ്തൂസ് ജോസഫ്. വിദ്വാൻകുട്ടിയച്ഛൻ്റെ മറ്റു അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് യേശുവിനെ കണ്ട വ്യക്തിയാണ്. യേശുവിനെ, അതിനെ സാധാരണ ഇവരൊക്കെ അറിയപ്പെടുന്ന അഞ്ചരക്കാരെന്ന് പറയും. അഞ്ചരക്കാരല്ലേ, അഞ്ചരക്കാരെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ മാതാവിനൊരു ഭയങ്കര രോഗമുണ്ടായപ്പോൾ ആ സൗഖ്യമായത് യേശു ക്രിസ്തുവിൽ കൂടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് അനുഭവിച്ചതുകൊണ്ട് അദ്ദേഹം യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും തൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അദ്ദേഹത്തോടൊപ്പം ധാരാളം പേര്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഈ യേശുവിൻ്റെ സാക്ഷികളായിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ അത്രത്തോളം ധൈര്യശാലിയും വളരെ പ്രഗത്ഭനും വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റു പല പാട്ടുകളും ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ? അത് ഉണ്ട്. മാർത്തോമാക്കാരുടെ കൺവെൻഷൻ എല്ലാ പ്രാവശ്യവും മാരാമൺ കൺവെൻഷൻ അവസാനിപ്പിക്കുന്നത് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള ആ പാട്ട് പാടിയാണ് അവസാനിപ്പിക്കുന്നത്. അതിനകത്ത് അവസാനത്തെ വരി, മന്നവ മന്നനാകുന്ന മശികായേ മഹാസേനയിൽ കർത്തനെ മണ്ണും വിണ്ണും പടച്ചവനെ മനുവേല മനുനന്ദനനെ പരനന്ദനനെ മേരി നന്ദനനെ രാജനന്ദനനെ നിങ്ങൾ നന്ദിയോടു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. അതിനകത്ത് 7 പൊന്നിളവുകളൊക്കെ കരങ്ങളിൽ ഏന്തിയവൻ വഹിച്ചവൻ എന്നൊക്കെയുള്ള വരികളെല്ലാം വരുന്നുണ്ട്. അതിനകത്ത് 7 പൊന്നില വിളക്കുകളുള്ളിൽ നിലയങ്കി ധരിച്ചു 7 നക്ഷത്രം വലം കയ്യിലും മാറിൽ പൊൻകച്ച പൂണ്ടു വായിൽ ഇരുമുന്നവാളും അഗ്നിജ്വാല പോലെ കണ്ണുമുള്ള മാനവ മകനെ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള ഈ പാട്ട് മാരാമൺ കൺവെൻഷൻ്റെ സമാപന സമയത്ത് എല്ലാ വർഷങ്ങളും അവർ പാടാറുണ്ട്. അതുമാത്രമല്ല, ചില വർഷങ്ങൾക്ക് മുമ്പ് ഏതാണെന്ന് ലോകത്തിൽ, കേരളത്തിൽ, മലയാളക്കരയിൽ ഏറ്റവും നല്ല പാട്ട്, അർത്ഥവത്തായ പാട്ട്, അർത്ഥപുഷ്ടമായ പാട്ട് ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതായ ഒരു വലിയൊരു സമ്മേളനം YMCA വെച്ച് നടന്നായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് പാട്ടുകളുടെ രാജാവായിട്ട് തിരഞ്ഞെടുത്തത് യൂസ്തൂസ് ജോസഫിൻ്റെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള പാട്ടായിരുന്നു. അതായിരുന്നു നടത്തിയ സമ്മേളനം. അത് അച്ചൻകുഞ്ഞിലന്തൂര്. ചോദിച്ചാൽ അറിയാം, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം. പാട്ടുകളുടെ രാജാവായിട്ട് തിരഞ്ഞെടുത്തത് ഈ പാട്ടിനെയായിരുന്നു. ഈ പാട്ടുകാരെ എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തൊരു സമ്മേളനം YMCA വെച്ച് നടന്നായിരുന്നു. അപ്പോൾ പാട്ടിൻ്റെ രാജാവ്, പാട്ടുകളുടെ എല്ലാം രാജാവായിട്ട് തിരഞ്ഞെടുത്തത് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ പാട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ മറ്റൊരു ഗാനമാണ് കാന്താ താമസമെന്തഹോ. അതെ, ആ പാട്ടിൻ്റെ സാഹചര്യം എനിക്കറിയാമോ? എനിക്ക് ആ സാഹചര്യങ്ങൾ എല്ലാം ഒന്നും അറിയത്തില്ല, എങ്കിൽ തന്നെയും കുറച്ചറിയാം. അദ്ദേഹം ഒരു ഭയങ്കര ഭക്തനായൊരു മനുഷ്യനായിരുന്നു. കർത്താവ് ഇപ്പോൾ വരുമെന്ന് ദൈവവചനത്തിൽ കാണുന്നത് അദ്ദേഹം ഒരു ഡേറ്റ് അങ്ങ് തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനൊരു തീരുമാനം ബൈബിളിനകത്ത് അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നതാണ് എപ്പോൾ വരണമെന്നുള്ളത്, എൻ്റെ പുത്രൻ തൻ്റെ ഭക്തന്മാരെ ചേർക്കാൻ വരണമെന്നുള്ളത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു കർത്താവ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞൊരു ഡേറ്റൊക്കെ അങ്ങ് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അനുയായികളായ എല്ലാവരെയും കൂട്ടി ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിരുന്നു. എല്ലാവരും നോക്കിയിരുന്നു കർത്താവ് ഇപ്പോൾ വരും എന്നൊരു ഡേറ്റൊക്കെ അങ്ങ് തീരുമാനിച്ചെങ്കിലും കർത്താവ് ആ സമയത്ത് വന്നില്ല. വരാഞ്ഞതുകൊണ്ട് അദ്ദേഹം വളരെ ദുഃഖിതനായി തീർന്നു. വളരെ ജ്ഞാനിയാണല്ലോ, ഭയങ്കര ജ്ഞാനിയാണ് അദ്ദേഹം. അദ്ദേഹം ആ കർത്താവിൻ്റെ ആ വരവൻ എന്നോട് കാണിച്ചതുപോലെ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ പോലെ എന്നോട് സംസാരിച്ചു, അതായത് ആ ഭൃത്യനോട് ദൈവാത്മാവ് സംസാരിച്ചതുപോലെ വന്നില്ല എന്നുള്ള ആ ദിവസം നിരാശനായി തീർന്നിട്ട് അദ്ദേഹം ഒരു പാട്ടെഴുതി. അതാണ് കാന്താ താമസമെന്തഹോ വരുവാൻ യേശു. അനേകർ പാടുമെങ്കിലും പല ട്യൂണുകളിലാണ് പാടുന്നത്. പക്ഷേ ഈ പാട്ടുപുസ്തകത്തിനകത്ത്
അതിൻ്റെ ദ്വിജാവന്തി ആദിതാളം എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതെനിക്ക് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ലെങ്കിൽ ഈ പഴയ പാട്ടോസിനകത്ത് ദ്വിജാവന്തി ആദിതാളം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളതായ ഞാൻ പവർ വിഷനകത്ത് ഈ പാട്ട് പാടി, ഞങ്ങൾ സഹോദരിമാർ ഒരുമിച്ചിരുന്ന് ഈ പാട്ട് പാടിയിട്ടുണ്ട്. എന്നാൽ ആ പാടിയ രീതി അനുസരിച്ച് ഞാനെന്ന് പറയും, ഇപ്പം ദ്വിജാവന്തി ആദിതാളമാണോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഞാനതങ്ങ് പാടാൻ ആഗ്രഹിക്കുകയാണ്. കാന്തതാമസം എന്തകോ വന്നിടാനേശു, കാന്തതാമസം എന്തകോ കാന്താ നിൻ വരവിനായി കാത്തിരുന്നെൻ്റെ മനം, കാന്താ നിൻ വരവിനായി കാത്തിരുന്നെൻ്റെ മനവും വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നേ മാനു വേലേ, കാന്തതാമസം എന്തകോ വന്നിടാനേശു, കാന്തതാമസം എന്തകോ ജാതികൾ തികവതിനോ ആയവർ നിന്റെ പാദത്തെ ചേരുവതിനോ, യൂതന്മാർ കൂടുവതിനോ കനാനിലവർ കുടികൊണ്ടു വാഴുവതിനോ, ഏതു കാരണത്താൽ നീ ഇതുവരെ ഇഹത്തിൽ, ഏതു കാരണത്താൽ നീ ഇതുവരെ ഇഹത്തിൽ വരാതിരിക്കുന്നു നീതി സൂര്യനാകുന്ന യേശു, കാന്തതാമസം എന്തകോ വന്നിടാനേശു, കാന്തതാമസം എന്തകോ. അവസാനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് വളരെ വേദനയോടെ അദ്ദേഹം പാടി, ദുഃഖം നീ കാണുന്നില്ലയോ, എൻ്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ, തക്കം നോക്കിടുന്നില്ലയോ പിശാചൻ മനം, വെക്കം ഹനിപ്പിപ്പാൻ അയ്യോ, തൃക്കണ്ണാൽ എന്നെ നോക്കി ദുരിതങ്ങൾ ആകെ പോക്കി, തൃക്കണ്ണാൽ എന്നെ നോക്കി ദുരിതങ്ങൾ ആകെ പോക്കി, വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുകൻ പ്രിയ, കാന്തതാമസം എന്തകോ വന്നിടാനേശു, കാന്തതാമസം എന്തകോ. ഈ പാട്ടാണ് അദ്ദേഹം വളരെ വേദനയോടെ ദൈവസന്നിധിയിൽ നിന്ന് പാടിയൊരു പാട്ടാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ച് കാണാതിരുന്നപ്പോൾ വേദനയോടെ പാടിയ പാട്ടാണിത്, കാന്തതാമസം എന്തകോ എന്നുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഭർത്താവും കർത്താവും എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു, ഓർമ്മയുണ്ടോ? അതെ. പക്ഷെ ഭർത്താവിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞില്ല, മോനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല, ഫാമിലിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ എൻ്റെ ഭർത്താവും അവിടുത്തെ എൻ്റെ കർത്താവും എന്നെ നോക്കി കുറ്റമൊന്നും പറഞ്ഞില്ല എങ്കിൽ പിന്നെ എന്തും ശരിയാകുമെന്നാണ് ഞാനന്ന് ചിന്തിച്ച് പറഞ്ഞത്. ഇവിടെ എൻ്റെ ഭർത്താവും അവിടെ എൻ്റെ കർത്താവും, ഇവരെ രണ്ടുപേരെയും സന്തോഷിപ്പിച്ചാൽ അതിലപ്പുറമായിട്ടൊന്നുമില്ല. അതെ, എൻ്റെ ഭർത്താവാണ് പാസ്റ്റർ അതിരൂപൻ എന്ന് അറിയപ്പെടുന്നതായ അദ്ദേഹം ഒരു ബൈബിൾ ആർട്ടിസ്റ്റാണ്. ബൈബിളിലെ വിഷയങ്ങൾ ഓരോന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നന്നായിട്ട് ചിത്രങ്ങൾ വരച്ച് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ അത് ലോകജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന നിലയിൽ അനേക ദൈവദാസന്മാർക്ക് ബൈബിൾ ചാർട്ടുകളും
വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എല്ലാം ചാർട്ടിൻ്റെ സഹായത്താലാണ് വരയ്ക്കുകയും എഴുതുകയും ചെയ്യുന്നത്. അദ്ദേഹമാണ് പാസ്റ്റർ അതിരൂപൻ എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസൻ. പാസ്റ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ആൻറ്റിയുടെ പടം വരച്ചിട്ടുണ്ടോ? എൻ്റെ പടം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ അദ്ദേഹം ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ പെട്ടെന്ന് തന്നെ സ്കെച്ച് ചെയ്യും. ഏകദേശം എനിക്കതൊരു എൻ്റെ രൂപം പോലെ തോന്നി സ്കെച്ച് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും വലിയ പ്രാധാന്യമായിട്ട് എടുത്ത് അങ്ങനെ പ്രദർശിപ്പിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം നിസ്സാരമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ എൻ്റെ പടമൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കത്തക്ക നിലയിലൊന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് ആ ഫ്രെയിമിനകത്ത് കാണുമായിരിക്കും എൻ്റെ ചിത്രമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതേതായാലും നന്നായി, ഹൃദയത്തിലുണ്ടല്ലോ ഒരു മോനുണ്ടല്ലേ? അതെ, എനിക്ക് ഒരു മോനാണ്. അവനും കർത്താവിൻ്റെ വേലയുടെ യൂത്തിനിടയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവൻ ചെയ്യുന്നു. ഒരു നല്ല ഒരു എന്താ പറയേണ്ടത്, അവനൊരു നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കൃപാവര ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു പൈതലാണ്. അവൻ്റെ ഭാര്യയും അതുപോലെ തന്നെ രണ്ടുപേരും ദൈവം കൊടുക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർക്കൊരു ഒരു കുഞ്ഞുണ്ട്. അവരും അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ചായിരിക്കുന്നു. അതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. പഴയ പാട്ടുകളുമായിട്ടുള്ള നമ്മളുടെ എപ്പിസോഡ് ഇനിയും തുടരുന്നതാണ്. ഇപ്പോൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ, അതായത് ഈ പാട്ട് വിവാദമായതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളിങ്ങനെ കൂടുതൽ സംസാരിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തത്. അതായത് പഴയ പാട്ടുകളെക്കുറിച്ച് പറയാനും പാടാനും ഒന്നും നമ്മുടെ ഇടയിൽ ആളുകളില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എപ്പിസോഡുകൾ ഇനി തുടരുന്നതായിരിക്കും. പഴയ പാട്ടുകൾ നമ്മുടെ ആളുകൾക്ക് വേണ്ടി നമ്മൾ പാടും. സന്തോഷമല്ലേ? പിന്നെ വളരെ സന്തോഷം. തൽക്കാലം നമുക്കിവിടെ നിർത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇത്രയും സമയം അവിടെ ഇവിടെയായി ശ്രദ്ധയോടെ കേട്ടതായ, ഞങ്ങളെ സ്നേഹിച്ചതായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദേശത്തെ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സമയം എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമേ, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി, എൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആരെങ്കിലും ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ടവനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല ദിവസത്തിന്റെ വയ്യാറായ സമയത്ത് ഈ ദേശത്ത് എന്നേക്കും നിലനിൽക്കുന്നതായ ദൈവത്തിന്റെ വചനം അല്പസമയ ദേശത്തോട് പറയുവാൻ സർവശക്തനായ ദൈവം അടിയങ്ങളെ ഉപയോഗിച്ചുവല്ലോ. കേട്ടതായ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുവാൻ, ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗത്തിൽ നിന്ന് സൗഖ്യമുണ്ടാകുവാൻ, ആത്മാക്കളുടെ ഉടയവനായ ദൈവം അവർക്ക് വേണ്ടി നല്ലതൊന്ന് കരുതുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപജീവനത്തിനായി പോയവർ, അവർ ജോലി ചെയ്യുന്നവർ, വരുന്നവർ, ഇടപാട് ചെയ്യുന്നവർ, സംസാരിക്കുന്നവർ, ദേശത്ത് സമാധാനം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമം ചൊല്ലി ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ ചേച്ചിയെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നുവല്ലോ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. അഖില ലോക രക്ഷിതാവായ യേശു മശിഹായ്ക്ക് ജയ് ജയ് ജയ്. വന്നവനും വരുവാനിരിക്കുന്നവനുമായ ഈശോ മശിഹായ്ക്ക് ജയ് ജയ് ജയ്. ആമേൻ. കർത്താവേ, വരണമേ.